നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ പരീക്ഷ, ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന പരീക്ഷ. 2022 ഡിസംബറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആൻസേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ പഠിച്ചത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 3 മാർക്കിന്റെ ചോദ്യം അറിയാലോ. എല്ലാ മൊഡ്യൂളിൽ നിന്നും 2 വീതം ആണ് ഉണ്ടാവുക, അല്ലെ? അങ്ങനെ 5 മൊഡ്യൂളിൽ നിന്ന് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ റാങ്ക് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം. അത് ഇമ്പോർട്ടന്റ് ആണ്. റാങ്ക് ഓഫ് ദ മെട്രിക്സ് 3 മാർക്കിന്റെ ചോദ്യമായിട്ടും ചോദിക്കും, 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടും വരാറുണ്ട്. അതുപോലെ തന്നെ ഷോ ദാറ്റ് ദ ക്വാഡ്രാറ്റിക് ഫോം അത് ട്രാൻസ്ഫോമിംഗ് ടു പ്രിൻസിപ്പൽ ആക്സസ് ഫോം ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ചോദ്യമാണ് 3 മാർക്കിന് വന്നിട്ടുള്ളത്. ഇതിനെ എങ്ങനെയാണ് മെട്രിക്സ് ആക്കി കൺവേർട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസിന്റെ ലിങ്ക് ഉണ്ട്, നോക്കി പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക്. ദെൻ പിന്നെ ചോദിച്ചിട്ടുള്ളത് സ്ലോപ്പ് ഓഫ് ദ സർഫസ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, അല്ലെ? ഡോ സെറ്റ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എഫ് എക്സ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതിനകത്ത്. പിന്നെ ഇത് രണ്ടും പ്രൂവ് ചെയ്യുക. മീൻസ് മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. ഡബിൾ ഇന്റഗ്രൽ ആണ്, ഡയറക്റ്റ് ഇന്റഗ്രൽ ആണ്, കോൺസ്റ്റന്റ് ലിമിറ്റുകളാണ്, സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ y ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ്, ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നുള്ളത്, അല്ലെ? അപ്പൊ ഈ ഒരു കാറ്റഗറിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു മിനിമം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും ഒക്കെ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് ഈ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കൺവേർജൻസ് നമുക്ക് നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്, അല്ലെ? കൺവേർജൻസ് 4ാമത്തെ മൊഡ്യൂളാണ് കൺവേർജൻസ് ഓഫ് സീരീസ് ഉള്ളത്. അത് നിർബന്ധമായിട്ട് നോക്കി പോവുക. സമ്മ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിക്കതും അതെന്തായിരിക്കും? ജോമെട്രിക് സീരീസ് ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ടൈലേഴ്സ് സീരീസ് എക്സ്പാൻഷനും അതിന്റെ ഹാഫ് റേഞ്ച് സൈൻ കൊസൈൻ സീരീസ് എക്സ്പാൻഷനും ഒക്കെയാണ് ഇവിടെ 5ാമത്തെ മൊഡ്യൂളിൽ ചോദിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഈ ടൈലർ സീരീസ് എക്സ്പാൻഷനൊക്കെ സാധാരണ വിട്ടുകളയാണ് പതിവ്, അല്ലെ? അതൊന്നും അങ്ങനെ വിട്ടുകളയേണ്ട ആവശ്യമില്ല, ഈസിയാണ്, ബുദ്ധിമുട്ടില്ല. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ചെയ്യേണ്ടത് റാങ്ക് ഓഫ് എ മെട്രിക്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, റാങ്ക് ഓഫ് എ മെട്രിക്സ് ചോദിക്കും. അത് 3 മാർക്കിനും 7 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാനുള്ള ചോദ്യം. ഇക്വേഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനോ ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും തന്നെയായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ തന്നെ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ചോദ്യമുണ്ട്. അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. 7 മാർക്കിന്റെ ചോദ്യമാണ്. പിന്നെ ഇതിനകത്ത് ഡയഗണലൈസേഷൻ ആണ് പിന്നെ ഒരു ചോദ്യമായിട്ട് വരിക. ഡയഗണലൈസേഷൻ അതും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ 3/3 ആകുമ്പോഴാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ഇത് 2/2 ആണ്, ഈസി ആയിട്ട് ചെയ്യാം. ഡയഗണലൈസേഷൻ കണ്ടോ, ഇവിടെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വീണ്ടും വന്നത് കണ്ടോ. അപ്പൊ ഗോസ് എലിമിനേഷൻ മെത്തേഡ്, റാങ്ക്, ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ്, ഇത് നിർബന്ധമായിട്ട് 3 പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് ഡയഗണലൈസേഷനും അതുപോലെ ക്വാഡ്രാറ്റിക് കാനോണിക്കൽ ഫോമാണ്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് പരീക്ഷ എഴുതി പോവാം. അടുത്തത് മൊഡ്യൂൾ 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അതിനകത്ത് എന്തായാലും ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ റിലേറ്റീവ് മാക്സിമ മിനിമ സാഡിൽ പോയിന്റിന്റെ മാക്സിമം മിനിമയിൽ നിന്ന് ഒരു ചോദ്യം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ ഒരു വേർഡ് പ്രോബ്ലം ഉണ്ടാവും, അപ്രോക്സിമേഷൻ, ലീനിയർ അപ്രോക്സിമേഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു വേർഡ് പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ തന്നെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനിൽ എറർ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അതാണ് ഇവിടെ 7 മാർക്കിന് തന്നിട്ട്. അപ്പോൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, പിന്നെ റിലേറ്റീവ് മാക്സിമ മിനിമ, പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്ന ചോദ്യം. പിന്നെ ഫസ്റ്റ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് എന്താണ്? ഒരു പ്രൂഫായിരുന്നു, അല്ലെ? മീൻസ് ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ആണ്, മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കാനും പിന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളായിരുന്നു. അതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി പോകേണ്ടത്. പിന്നെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. വീഡിയോ നമ്മുടെ ചാനലുണ്ട്. പിന്നെ വരുന്നത് 3ാമത്തെ മൊഡ്യൂളാണ് ഇന്റഗ്രൽ. ഡബിൾ ഇന്റഗ്രൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അവിടെ എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ചോദിക്കും 7 മാർക്കിന്, ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഏരിയ തന്നിട്ട്, മീൻസ് ഒരു ഫിഗർ തന്നിട്ട് അതിനകത്ത് ബൗണ്ടഡ് റീജിയന്റെ ഏരിയ, ബൗണ്ടഡ് റീജിയനിൽ ഈ വാല്യൂ വാലുവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനോ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ഏരിയ കണ്ടുപിടിക്കാനോ ചോദിക്കാം. പിന്നെ
പോളാർ കോർഡിനേറ്റ്സ് അതിൽ നോക്കി പോവുക. പിന്നെ അതിനകത്ത് തന്നെ വോളിയം കണ്ടുപിടിക്കാനുള്ള സോളിഡ് ഒക്ടന്റ് കവർ ചെയ്യുന്ന വോളിയം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതും ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഇതിനകത്ത് മൊഡ്യൂൾ 3 നിങ്ങൾ പഠിക്കേണ്ടത് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ നിർബന്ധമായിട്ട് ഒന്ന് പഠിക്കുക. പിന്നെ ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഒരു റീജിയനിൽ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആ റീജിയനിൽ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി പോവുക, അത് നിർബന്ധമായിട്ടും പഠിച്ചു പോവുക, അത് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ വോളിയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻ, അത് നോക്കി മനസ്സിലാക്കുക പോവുക. പിന്നെ 4ാമത്തെ മൊഡ്യൂൾ വരുന്നത് കൺവേർജൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ട്. അവിടെ റേഷ്യോ ടെസ്റ്റ് റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കൺവേർജൻസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ ജോമെട്രിക് സീരീസ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. സമ്മ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ ജോമെട്രിക് സീരീസ് ആയിരിക്കും. പിന്നെ അതിൽ നിർബന്ധമായിട്ട് നോക്കേണ്ടത് കണ്ടീഷണൽ കൺവേർജൻസും അബ്സല്യൂട്ട് കൺവേർജൻസും ആണ്, അതും നോക്കി പൊക്കോളൂ. പിന്നെ ഇവിടെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കിയേ. 1, 2 ഈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 7 മാർക്ക് കിട്ടുക. ഇവിടെ 1, 2 അത് 2 ചെയ്യുമ്പോഴാണ് 7 മാർക്ക് കിട്ടുക. അപ്പോൾ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ഒരു സീരീസ് ആയിരിക്കില്ല, 2 സീരീസ് ഒക്കെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു പോകാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് 4ാമത്തെ മൊഡ്യൂളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി 5ാമത്തെ മൊഡ്യൂളിലേക്ക് വന്നാൽ ഫോറിയർ സീരീസ് ആണെന്ന് അറിയാലോ. ഹാഫ് റേഞ്ച് സീരീസ് ആകെ പഠിക്കാനുള്ളത് ഫോറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ ഫോർമുല പഠിക്കണം, ഹാഫ് റേഞ്ച് സൈൻ, ഹാഫ് റേഞ്ച് കൊസൈൻ പഠിക്കണം. പിന്നെ അതിന്റെ കൂടെ പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് പറഞ്ഞ ഈ π²/8 ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന. പിന്നെ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ വരുന്ന ഫോറിയർ സൈൻ കൊസൈൻ ഫംഗ്ഷൻസിന്റെ എക്സ്പാൻഷൻ ഒക്കെ സീരീസ് എക്സ്പാൻഷൻ ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് എല്ലാവരും ഒഴിവാക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5. പക്ഷെ അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കുമെങ്കിലും കിട്ടുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ തന്നെയായിരിക്കും ഇത്. അപ്പോൾ എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കുക. 5ാമത്തെ മൊഡ്യൂൾ ആരും ഒഴിവാക്കിയിട്ട് പോകണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി പോയി കഴിഞ്ഞാൽ 1st, 2nd, 3rd, 4th, 5th മൊഡ്യൂളുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്ത് പഠിച്ച് പോവുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. 2021 ഡിസംബറിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ചാനലിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. റിവിഷൻ മൊഡ്യൂൾ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്തിട്ടില്ല, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതുക. താങ്ക് യു.